എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിപ്പം നമ്മൾ നോക്കുന്നത് ഇതൊരു 4 കോർഡിനേറ്റാണ്. ഈസ്റ്റിങ്ങും നോർത്തിങ്ങും നമുക്ക് തന്നിട്ടുണ്ട്. ഈ കോർഡിനേറ്റിനെ ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ ഒരു ഓട്ടോകാഡിലോട്ട് ഡ്രോയിങ് ചെയ്യാം എന്നുള്ളത് നോക്കാം. ഈ കോർഡിനേറ്റാണ് നമുക്ക് തന്നിരിക്കുന്നതെന്ന് വെക്കാം. അപ്പോൾ ഇതിനെ വെച്ചിട്ട് എങ്ങനെയാണ് വരയ്ക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യമേ എ എന്നൊരു കോർഡിനേറ്റ് കിട്ടിയിട്ടുണ്ട്. എയ്ക്ക് ഈസ്റ്റിങ് 1000, നോർത്തിങ് 1000 ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതിനെ നമ്മൾ വരയ്ക്കാനായിട്ട് ആദ്യം സർക്കിൾ ഉപയോഗിച്ചാണ് വരയ്ക്കേണ്ടത്. സി എൻ്റർ കൊടുക്കുക. സർക്കിളിൻ്റെ കോഡായിട്ടുള്ള സി എൻ്റർ കൊടുക്കുക. സി എൻ്റർ കൊടുത്തതിന് ശേഷം നമ്മൾ കോർഡിനേറ്റ് 1000 കോമ, അത് കഴിഞ്ഞിട്ട് 1000 എന്നുള്ള ആദ്യത്തെ ഈസ്റ്റിങ് കൊടുത്തു കഴിഞ്ഞാൽ കോമ കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ 1000 എന്നുള്ളൊരു അടുത്ത കോർഡിനേറ്റ് കൊടുക്കുക. ജസ്റ്റ് എൻ്റർ അടിക്കുക. എൻ്റർ അടിക്കുക. കണ്ടില്ലേ, ഈ സർക്കിളിൻ്റെ സെൻറ്റർ എന്ന് പറഞ്ഞാൽ 1000 എന്നുള്ള ആ ഒരു പോയിൻ്റ് ആയിരിക്കും. ഈ സർക്കിളിന് ഇവിടെ നിർത്തുക. ഇനി അടുത്തത് വീണ്ടും സി എൻ്റർ കൊടുക്കുക. സി എൻ്റർ കൊടുത്തിട്ട് രണ്ടാമത്തെ കോർഡിനേറ്റിലുള്ള 1025.996 ഇത് കൊടുക്കുക. ഈസ്റ്റിങ് കൊടുത്തു. ഇനി കോമ കൊടുക്കുക. കോമ കൊടുത്തിട്ട് രണ്ടാമത്തെ നോർത്തിങ്ങിൻ്റെ കോർഡിനേറ്റ് എത്രയാണോ അത് കൊടുക്കുക. 1000.476 കൊടുത്തു. എൻ്റർ കൊടുക്കുക. കണ്ടില്ലേ, അടുത്ത സർക്കിൾ വന്നു. ആ സർക്കിളിനെ അവിടെ ക്ലിക്ക് ചെയ്ത് നിർത്തുക. ക്ലിക്ക് ചെയ്ത് നിർത്തിയതിന് ശേഷം മൂന്നാമത്തെ കോർഡിനേറ്റ് ഇത് എ ഐ ബി ഐ, ഇനി സിയും ഡിയും ഉണ്ട്. സിയുടെ പോയിന്റ് ഐ ഡി സിയുടെ കോർഡിനേറ്റ്സ് കൊടുക്കാനായിട്ട് സെയിം സി എൻ്റർ കൊടുക്കുക. സി എൻ്റർ കൊടുത്തിട്ട് ആ കോർഡിനേറ്റ് അടിക്കുക. 1037.363 കോമ 1009.689 കൊടുക്കുക. എൻ്റർ കൊടുക്കുക. കണ്ടതാ ഇവിടെയാണ്. ഇവിടെ ഈ സർക്കിൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വെച്ച് നിർത്തുക. ഇത് നമുക്ക് ഈ പോയിന്റ് അറിയാൻ വേണ്ടിയിട്ടാണ്. ഈ സർക്കിളിൻ്റെ സെൻറ്ററാണ് നമ്മുടെ ആക്ച്വൽ കറക്റ്റ് കോർഡിനേറ്റ് വരുന്നത്, നമ്മുടെ സർക്കിളിൻ്റെ സെൻറ്ററാണ്. ഇനി നാലാമത്തെ കോർഡിനേറ്റ് സെയിം അതുപോലെ തന്നെ സർക്കിൾ അടിക്കുക. 1021.263 കോമ ഈ നോർത്തിങ് ആയിട്ടുള്ള 1023.706 എൻ്റർ കൊടുക്കുക. കണ്ടില്ലതാ ഇവിടെയാണ് ഇതിൻ്റെ കോർഡിനേറ്റ്സ് വന്നത്. ഇനി ഇപ്പം നമുക്ക് 4 കോർഡിനേറ്റ്സിന് സർക്കിൾ നമ്മൾ വരച്ചു. ഇനി പി എൽ പോളി ലൈൻ്റെ പി എൽ കൊടുക്കുക. എൻ്റർ കൊടുക്കുക. എൻ്റർ കൊടുത്തിട്ട് ഈ സർക്കിളിൽ ജസ്റ്റ് ടച്ച് ചെയ്യുമ്പോൾ തന്നെ ഇതിൻ്റെ സെൻറ്റർ പോയിന്റ് കാണിക്കും. ഈ സെൻറ്ററിൽ നിന്ന് ഇവിടുന്ന് ഇങ്ങോട്ട് അല്ലേ ഈ പോളി ലൈൻ തമ്മിൽ യോജിപ്പിച്ച് കൊടുക്കുക. ഓരോ സർക്കിളിലോട്ട് ടച്ച് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ സെൻറ്റർ പോയിന്റ് കിട്ടും. ഓക്കെ, ആ പോളി ലൈൻസ് കൂട്ടി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാം. ഓക്കെ, സർക്കിൾ 4 ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. ഇനിയിപ്പം നമുക്ക് ജസ്റ്റ് ഈ പേരുകൾ ഒന്ന് കൊടുക്കാം. ടെക്സ്റ്റിൻ്റെ ടി എൻ്റർ കൊടുക്കുക. ജസ്റ്റ് അവിടെ ക്ലിക്ക് ചെയ്യുക. ഇനി ഇവിടുത്തെ എ ജസ്റ്റ് കോപ്പി എടുക്കുക. കോപ്പി എടുത്തിട്ട് നമുക്ക് ആവശ്യമുള്ള പോയിന്റുകളിലെല്ലാം കൊടുത്തിട്ട് ഒന്ന് എഡിറ്റ് ചെയ്ത് കൊടുത്താൽ മതി. എ ബി സി. ഓക്കെ, ഇതിപ്പോൾ നമ്മൾ കൊടുത്തു. ഇനി നമ്മൾ കൊടുത്ത ഈ കോർഡിനേറ്റുകൾ തന്നെയാണോ നമുക്ക് വന്നിരിക്കുന്നതെന്ന് അറിയാൻ ജസ്റ്റ് ഈ ഒരു പോളി ലൈൻ ജസ്റ്റ് സെലക്ട് ചെയ്യുക. LI ലിസ്റ്റിൻ്റെ LI അടിക്കുക. എൻ്റർ ചെയ്യുക. എൻ്റർ ചെയ്യുമ്പോൾ കണ്ടില്ല, ഇതാ ഇവിടെയാണ് നമ്മൾ കോർഡിനേറ്റ്സ് വന്ന് കിടക്കുന്നത്. 1 2 3 4 ഈ കോർഡിനേറ്റുകൾ തന്നെയായിരിക്കും നമ്മൾ എൻ്റർ ചെയ്തിരിക്കുന്ന കോർഡിനേറ്റ്സ് തന്നെയാണോ ഈ വന്നിരിക്കുന്നതെന്ന് ജസ്റ്റ് ലിസ്റ്റ് എടുത്ത് നോക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കോർഡിനേറ്റ് നമുക്ക് തന്നു കഴിഞ്ഞാൽ നമുക്കൊരു ഡ്രോയിങ് എങ്ങനെ വരയ്ക്കാം എന്ന് നോക്കാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഇതിപ്പോൾ നമുക്ക് സാധാരണ വലിയൊരു നമ്മുടെ സെറ്റ് ഔട്ട് വർക്കുകൾക്കൊക്കെ ഈ കോർഡിനേറ്റ്സ് ആയിരിക്കും തരുന്നത്. അത് നമുക്ക് ജസ്റ്റ് വെച്ച് ഡ്രോയിങ് എങ്ങനെ വരും എന്ന് നോക്കണമെങ്കിൽ ഈ ഒരു പോയിന്റിൽ നോക്കിയാൽ മതി. ഓക്കെ, താങ്ക് യു.